കട്ടാരക്കലിയിൽ ഒരു ജീവൻ കൂടി നഷ്ടമായിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വയനാട് നിന്ന് പുറത്തുവരുന്നത്. തിരുനെല്ലി കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. വെള്ളാഞ്ചേരി സ്വദേശി രാജു ആണ് മരിച്ചത്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റയാനെ തുരത്തുന്നതിനിടെ ആനയുടെ മുന്നിൽ പെടുകയായിരുന്നു. വിവരങ്ങൾ നൽകാനായി കാളിദാസൻ ദേവദത്തം ഉണ്ട് വയനാട് നിന്ന്. കാളിദാസ്, വിവരങ്ങൾ. ഏറെ സങ്കടകരമായ വാർത്തയാണ്. രാവിലെയോടെയാണ് ജനവാസ മേഖലയിൽ ഒറ്റയാൻ ഇറങ്ങി വലിയ രീതിയിൽ ഒരു ഭീതി പടർത്തിയത്. ആനയുടെ മുന്നിൽപ്പെട്ട രാജു എന്ന തോട്ടം തൊഴിലാളി പരിക്കേറ്റ ചികിത്സയിലായിരുന്നു മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. ഇപ്പോൾ രാജു മരിച്ചിരിക്കുന്നു. വാരിയലിനും ആന്തരികാവയവങ്ങൾക്കും ഗുരുതരമായ തകരാറുകൾ സംഭവിച്ചിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിലാണ് ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികളിലേക്കൊക്കെ ഇനി കടക്കുകയാണ്. രാവിലെ 5:30യോടെയാണ് ജനവാസ മേഖലയിൽ വെള്ളാഞ്ചേരി മേഖലയിൽ ഒറ്റയാൻ ഇറങ്ങിയത്. ഏറെ മണിക്കൂറുകൾ ആ പ്രദേശത്ത് ഭീതി പടർത്തി. വനംവകുപ്പ് അടക്കം എത്തി ആനയെ തുരത്തുന്നതിനിടെയാണ് ഈ രാജു ഈ ആനയുടെ മുന്നിൽപ്പെട്ടത്. തുമ്പിക്കൈ കൊണ്ട് തട്ടുകയായിരുന്നു. തുമ്പിക്കൈ കൊണ്ട് വലിച്ചു കൊണ്ടുപോയി 20 മീറ്ററോളം ദൂരത്തിൽ എന്നുള്ളതൊക്കെയാണ്. പിന്നീട് ആന അവിടെ നിന്നും പുളിമൂട് ഭാഗത്തേക്ക് കടന്ന് അവിടെ നിന്നും ആനയെ കാട് കയറ്റി എന്നുള്ളതാണ്. പക്ഷേ രാജുവിനെ അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. ആ സമയത്ത് തന്നെ ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായിരുന്നു. ഏറെ നേരം ചികിത്സയിൽ തന്നെയായിരുന്നു. ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നു. കാളിദാസൻ, ഇന്ന് ഒരു ദിവസം മാത്രം നോക്കുകയാണെങ്കിൽ പലയിടത്തും നിന്ന് സമാന രീതിയിലുള്ള വാർത്തകൾ, കാട്ടാന ഇറങ്ങി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. ഈ വെള്ളാഞ്ചേരി മേഖല ഇതെങ്ങനെയാണ്? സ്ഥിരമായി ഇത്തരത്തിൽ വന്യമൃഗശല്യമൊക്കെ ഉള്ളൊരു മേഖല തന്നെയാണോ? അമൃത, തിരുനെല്ലി പ്രദേശത്തെ സംബന്ധിച്ച് കാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അതിർത്തി പ്രദേശമാണ്. സംസ്ഥാന അതിർത്തി കിടക്കുന്ന സ്ഥലമാണ്. ആ ഭാഗങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള സാന്നിധ്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഈ ഒറ്റയാന്റെ സാന്നിധ്യം ഇന്ന് രാവിലെയോടെയാണ്. അവിടെ നിന്നും വലിയ കൃഷി നാശത്തിലേക്കൊക്കെ സാധാരണ നിലയിലൊക്കെ അത്തരത്തിലുള്ള പരാതികളൊക്കെ വരാറുണ്ടായിരുന്നു. എന്നാൽ അടുത്ത നാളുകളിലായി ആ വലിയ പരാതികളൊന്നും ഉയർന്നു വന്നിട്ടില്ല. പക്ഷേ ഇന്ന് രാവിലെ 5:30യോടെ ഇറങ്ങിയ ഈ ഒരു ഒറ്റയാൻ ആ പ്രദേശത്ത് വലിയൊരു ഭീതി പടർത്തി എന്നുള്ളതാണ്. നാട്ടുകാരും വനംവകുപ്പും ഒക്കെ എത്തിയുള്ള ഒരു തുരത്തൽ നടപടികൾക്കിടെയാണ് ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും പ്രദേശം വനത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് വന്യജീവികൾ ഇറങ്ങുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ് പ്രദേശവാസികളും ഒക്കെ തന്നെ അറിയിക്കുന്നത്. എന്തായാലും ഭീതിയിൽ തന്നെയാണ് പ്രദേശവാസികൾ. നിലവിൽ ഒറ്റയാനെ കാട് കയറ്റി എന്നുള്ളതാണ്. പക്ഷേ പ്രദേശവാസികൾ ഇപ്പോഴും എപ്പോഴും പ്രതീക്ഷിക്കുന്നു ആ ഭാഗങ്ങളിലൊക്കെ വന്യജീവി സാന്നിധ്യങ്ങൾ. ശരി. തിരുനെല്ലി കാട്ടിക്കുളത്താണ് കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചത്. വിവരങ്ങളാണ് കാളിദാസൻ ദേവദത്തം നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.